ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിട്ടുള്ള പാസേജ് വായിക്കുക, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് പാസേജ്? രാഹുൽസ് ഫാമിലി വെൻ ടു ദ ബീച്ച് ഓൺ എ സണ്ണി ഡേ. ഒരു നല്ല സണ്ണി ആയിട്ടുള്ള ഒരു നല്ല വെളിച്ചമുള്ള ഒരു ദിവസം രാഹുലിൻ്റെ ഫാമിലി ബീച്ചിലേക്ക് പോവുകയാണ്. ദ പാക്ഡ് സാൻഡ്വിച്ച്, ഫ്രൂട്ട്സ് ആൻഡ് വാട്ടർ ഇൻ എ ബിഗ് ബാസ്ക്കറ്റ്. ഒരു വലിയ ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ സാൻഡ്വിച്ചും ഫ്രൂട്ട്സും വാട്ടറും ഒക്കെ അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ ദേ റീച്ച്ഡ് ദ ബീച്ച്, അവർ ബീച്ചിലെത്തിയപ്പോൾ രാഹുൽ വാസ് എക്സൈറ്റഡ് ടു സീ ദ ബിഗ് വേവ്സ്. രാഹുൽ ആ ഒരു വലിയ തിരമാലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഈ റാൻ ടു ദ വാട്ടേഴ്സ് എഡ്ജ് ആൻഡ് സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദ വേവ്സ്. അങ്ങനെ വാട്ടറിൻ്റെ ആ ഒരു എഡ്ജിലേക്ക് അവന് ഓടിപ്പോവുകയും ആ വേവ്സൊക്കെ ആയിട്ട് അവനിങ്ങനെ കളിക്കാൻ തുടങ്ങി. രാഹുൽ സിസ്റ്റർ റിയ ബിൽഡ് എ ബിഗ് സാൻഡ് കാസ്റ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ പാരൻസ്. അപ്പോൾ രാഹുലിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള റിയ അവരുടെ പാരൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ മണ്ണലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിഗ് കാസ്റ്റൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഹെൽപ്പ് ദം കളക്ട് എ സീ ഷെൽസ് ടു ഡെക്കറേറ്റ് ദ കാസ്റ്റൽ. അപ്പോൾ രാഹുൽ എന്ത് ചെയ്തു? അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീ ഷെൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്തു. ആഫ്റ്റർ എ വൈൽ, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദ ഓൾ സാറ്റ് അണ്ടർ എ ബിഗ് അംബ്രല്ല ആൻഡ് എയ്റ്റ് ദെയർ ലഞ്ച്. അവരൊരു വലിയ അംബ്രല്ലയുടെ, നമുക്കറിയാം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ അംബ്രല്ലൊക്കെ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് താഴെയായിട്ട് അവർ ഇരിക്കുകയും അവരവരുടെ ലഞ്ച് കഴിക്കുകയും ചെയ്തു. ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്, കുഞ്ഞു പാരഗ്രാഫാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം, ആൻസേഴ്സും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് രാഹുൽസ് ഫാമിലി ഗോ ഓൺ എ സണ്ണി ഡേ. സണ്ണി ഡേയിൽ രാഹുലിൻ്റെ ഫാമിലി എങ്ങോട്ടാണ് പോയത്? എങ്ങോട്ടാണ്? രാഹുൽസ് ഫാമിലി വെൻ ടു ദ ബീച്ചിലേക്കാണ് അവർ പോയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ പാക്ക് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ അവർ എന്തൊക്കെയായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ദ പാക്ക്ഡ് സാൻഡ്വിച്ച്, ഫ്രൂട്ട്സ് ആൻഡ് വാട്ടർ. ഓക്കെ, ഇതൊക്കെയായിരുന്നു അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ, വാട്ട് ഡിഡ് റിയ ബിൽഡ് ഓൺ ദ ബീച്ച്. ആ ബീച്ചിൽ റിയ എന്താണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? റിയ ബിൽഡ് എ ബിഗ് സാൻഡ് കാസ്റ്റൽ. വലിയ ഒരു സാൻഡ് കാസ്റ്റലായിരുന്നു അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഫോർത്ത് വൺ, രാഹുൽ കളക്റ്റഡ് എ സീ ഷെൽസ്. വാട്ട് ഡിഡ് രാഹുൽ കളക്ട് ടു ഡെക്കറേറ്റ് ദ സാൻഡ് കാസ്റ്റൽ. സാൻഡ് കാസ്റ്റൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ എന്തൊക്കെയാണ് കളക്ട് ചെയ്തത്? രാഹുൽ കളക്റ്റഡ് സീ ഷെൽസ് ആയിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദേ സിറ്റ് ആൻഡ് ഈറ്റ് ദെയർ ലഞ്ച്. എവിടെ ഇരുന്നിട്ടായിരുന്നു അവർ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചത്? എവിടെയാണ്? ദേ സാറ്റ് അണ്ടർ എ ബിഗ് അംബ്രല്ല ടു ഈറ്റ് ദെയർ ലഞ്ച്. അവർ ബിഗ് അംബ്രല്ലയുടെ താഴെ ഇരുന്നിട്ടാണ് ലഞ്ചൊക്കെ കഴിച്ചത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The Echo Club in ABC School planted saplings on the school premises and distributed saplings to the students on World Environment Day. A rally was also held to aware of the need to conserve water. The program was inaugurated by the headmaster. Prepare a news report. എന്നാണ് ABC സ്കൂളിൽ എക്കോ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സാപ്ലിങ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ അന്ന് അവർ ജനങ്ങളെയൊക്കെ അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസർവ് വാട്ടർ തീമായിട്ട് ഒരു റാലിയും സംഘടിപ്പിച്ചു. ആ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഹെഡിങ് കൊടുക്കണം. ഇവിടെ കൊടുത്തിട്ടുള്ളത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ അറ്റ് ABC സ്കൂൾ എന്നുള്ളതാണ്. അതിനുശേഷം പ്ലേസ് കൊടുക്കുക കണ്ണൂർ, 22 November 2024. ABC School celebrated World Environment Day with so many activities. The program was inaugurated by Headmaster. എന്താണ്? ABC സ്കൂൾ എൻവയോൺമെൻറ്റ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ മുരൽ ആണ്. ഓക്കെ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സ്കൂൾ എക്കോ ക്ലബിൻ്റെ ലീഡർഷിപ്പിൽ ആയിരുന്നു. ദ സ്റ്റുഡൻസ് ഓഫ് എക്കോ ക്ലബ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിങ്സ് ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ എക്കോ ക്ലബിലെ കുട്ടികളെല്ലാവരും മറ്റുള്ള കുട്ടികൾക്ക് സാപ്ലിങ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എ റാലി വാസ് ഓൾസോ ഹെൽഡ് ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ. അപ്പോൾ വെള്ളം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുകൊണ്ട് ഒരു റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ടാണ് നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതേണ്ടത്. ഇതിലെ ഫോർത്ത് ആക്ടിവിറ്റി, മൈക്കൽസ് ടീം വോൺ ദ ഗെയിം. ഹി വാസ് വെരി ഹാപ്പി. ഹി റോട്ട് ഹിസ് ഫീലിംഗ് ഇൻ ഹിസ് ഡയറി.
വാട്ട് വുഡ് ബി ഹിസ് ഡയറി എൻട്രി, റൈറ്റ് എ ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ മൈക്കിൾ എന്താണ് ഗെയിമിലൊക്കെ ജയിച്ചു, വളരെ ഹാപ്പിയായി. അപ്പോൾ അത് അന്നത്തെ ദിവസം മൈക്കിളിൻ്റെ ഫീലിങ്സൊക്കെ ഒരു ഡയറിയിൽ എഴുതുകയാണ്. ആ ഡയറി എൻട്രിയാണ് നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യം ഡേറ്റ് ഉണ്ടായിരിക്കും. എന്താണ് 3/2/2024 Monday. Dear Diary, today was a great day because my team won the game. എന്താണ് ഇന്ന് ഗ്രേറ്റ് ഡേ ആണ്, എൻ്റെ ടീം ഗെയിമിൽ ജയിച്ചു. ഐ ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ്. എന്താണ് എനിക്ക് വളരെ സന്തോഷവും വളരെ അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഐ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഐ ഈവൻ സ്കോർഡ് പോയിൻറ്റ്സ്. എന്താണ് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, അതുകൊണ്ട് ഞാൻ നല്ല പോയിൻറ്റ്സ് നേടി. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വേർ ദേർ. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ദ ചിയർഡ് ഫോർ മീ. അവരൊക്കെ എന്താണ് ചിയറപ്പ് ചെയ്തു, അല്ലെ സന്തോഷിപ്പിച്ചു. ഇറ്റ് ഫെൽറ്റ് അമേസിങ് ടു ഹിയർ ദം. അവർക്കിത് വളരെ അഭിമാനം അല്ലെങ്കിൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ ആൻഡ് ഐ കാൺ വെയിറ്റ് ടു പ്ലേ അഗെയിൻ. എന്താണ് ഞാൻ ബാസ്കറ്റ് ബോൾ ഇനിയും കളിക്കും, എനിക്ക് ഇനിയും അത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ ഹോപ്പ് വി ക്യാൻ വിൻ മോർ ഗെയിംസ് ടുഗെദർ ആസ് എ ടീം. ഒരു ടീം എന്നുള്ള നിലയിൽ ഇനിയും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഗുഡ് നൈറ്റ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡയറി എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ ഡേറ്റ് ഉണ്ടായിരിക്കണം, ഡേ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. പൊല്യൂഷനുമായി ബേസ് ചെയ്തുകൊണ്ട് ഒരു നാച്ചുറൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെൻറ്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ മോർണിംഗ് അസംബ്ലിയിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഓക്കെ, യുവർ കൈൻഡ് അറ്റൻഷൻ പ്ലീസ്. ദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് ഫോർ ദ നേച്ചർ ക്ലബ് ഓഫ് അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൻ്റെ നേച്ചർ ക്ലബിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണിത്. വി ഷോൾ ബി കണ്ടക്ട് എ സെമിനാർ ദിസ് വീക്ക് ഓൺ ദ പ്രോബ്ലം ഓഫ് പൊല്യൂഷൻ. അപ്പോൾ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. വി ഓൾ നോ ദാറ്റ് പൊല്യൂഷൻ എഫക്റ്റ് അവർ എൻവയോൺമെൻറ്റ് ഇൻ സോ മെനി വേയ്സ്. പൊല്യൂഷൻ എന്ന് പറയുന്നത് പലതരത്തിലും നമ്മുടെ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദിസ് സെമിനാർ ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് പൊല്യൂഷൻ ആൻഡ് ദ ഡിഫറെൻറ്റ് വേയ്സ് ടു റെഡ്യൂസ് ഇറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു സെമിനാർ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാം പൊല്യൂഷനെ കുറിച്ചിട്ട് എല്ലാം മനസ്സിലാക്കാനും അത് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ സെമിനാറിലൂടെ കിട്ടുന്നുണ്ട്. എവ്രി വൺ ഈസ് ഇൻവൈറ്റഡ് ടു ജോയിൻ ആസ് ഓൺ ഫ്രൈഡേ. അപ്പോൾ എന്താണ് ഫ്രൈഡേ എല്ലാവരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് മേക്ക് ദ സെമിനാർ എ ഗ്രേറ്റ് സക്സസ് ത്രൂ യുവർ ടൈംലി അറ്റൻഡൻസ് ആൻഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ഈ സെമിനാർ വളരെ സക്സസ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഈ പൊല്യൂഷനെ കുറിച്ചിട്ട് തന്നെ അനൗൺസ്മെൻറ്റ് എഴുതാൻ വേണ്ടി പറയും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്ക് തന്നിട്ടും നിങ്ങൾക്ക് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂട്ടുകാരത് പഠിച്ചു വെക്കുക. ലാസ്റ്റ് ആക്ടിവിറ്റി ഒരു എഡിറ്റാണ്. എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. ഹി പിക്ഡ് അപ്പ് ഹിസ് ബ്രഷ് അഗെയിൻ വർക്ക്ഡ് ഹാർഡ്. ഇവിടെ ബ്രഷ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് BRESH എന്നുള്ളതല്ല, അവിടെ BRUSH എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ്. ദെൻ ഹാഡ് ബെൻ, അവിടെ എന്താണ് അവിടെ ഇല്ല, ഹാഡ് ബെൻ റോജേഴ്സ് ഈസ് കമ്മിങ്, അവിടെ ഈസ് അല്ല, അവിടെ എന്താണ് വാസ് കമ്മിങ് എന്നാണ്. വാസ് കമ്മിങ് ഡൗൺ ദ സ്ട്രീറ്റ് ടോം പ്രിറ്റൻഡ് നോട്ട് ടു സീ ഹിം. ടോം എന്നുള്ളിടത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ടോം എന്ന് പറയുന്നത് ഒരു പേരാണ്. സോ എല്ലാ പേരും എന്തായിരിക്കണം? ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. സോ T എന്നുള്ളത് ക്യാപിറ്റലാക്കി കൊടുത്താൽ മതി. ഹി വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ. ബെൻ വാസ് ഈറ്റിംഗ് എ ആപ്പിൾ. അവിടെ എ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എ ആപ്പിൾ എന്ന് വരില്ല, ആൻ ആപ്പിൾ എന്നാണ് വരിക. ഓക്കെ, ഹി ലുക്ക്ഡ് വെരി ഹാപ്പി. ഹി വാസ് പ്രിറ്റൻഡിങ് that he was a big ship and was rolling like one. He gave orders to a loud voice and the ship obeyed them. അവിടെ to a എന്നുള്ളതാണ്, to a എന്ന് വരില്ല, in a എന്നേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.